ഹലോ ഫ്രണ്ട്സ്. നമുക്ക് ഇന്ന് പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ രണ്ട് രീതിയാണുള്ളത്. ഒന്ന് ഓൺലൈൻ, നെക്സ്റ്റ് ഓഫ്ലൈൻ ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ് UK വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഓൺലൈൻ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു 34 പൗണ്ട് അടയ്ക്കേണ്ട വരും. അത് അടച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 3-4 ഡേയ്സിനുള്ളിൽ DVLA നമ്മൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് നമുക്കൊരു ഫോം അയച്ചു തരും. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് തിരിച്ച് DVLAക്ക് അയച്ചു കൊടുക്കണം. അതിനാവുന്നത് ഒരു 34 പൗണ്ടും പിന്നെ നമ്മൾ തിരിച്ചയക്കാൻ എടുക്കുന്ന ആ ഒരു പോസ്റ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ടും ആയിരിക്കും ആവുന്നത്. ഓഫ്ലൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു UK പോസ്റ്റ് ഓഫീസിൽ നിന്ന് D1 ഫോം വാങ്ങാനായിട്ട് കിട്ടും. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ DVLAക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ DVLAക്ക് അയച്ചു കൊടുത്ത് ഈ ഫോം വാങ്ങാനായിട്ട് ആക്ച്വലി നമുക്ക് 43 പൗണ്ട്സ് ആവും. പിന്നെ DVLAക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പോസ്റ്റലായിട്ട് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടും ആവും. നമുക്ക് ആക്ച്വലി ഓൺലൈൻ ചെയ്യാനായിട്ട് ഇത് വളരെ എളുപ്പമാണ്. ഓൺലൈൻ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ നമ്മൾ എമൗണ്ട് എല്ലാം അടച്ച് നമ്മൾ DVLAക്ക് എല്ലാം സെൻഡ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. വൺസ് എൻ്റെ ഫോം വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗവൺമെൻറ് ഓഫ് UK സൈറ്റാണ്. പക്ഷേ ആക്ച്വലി ഈ സൈറ്റ് എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഇത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഫുള്ളി ഡെവലപ്ഡ് ആയി കാണും. എന്തായാലും ഞാനിത് കണ്ടിന്യൂ ചെയ്ത് കാണിക്കാം. പക്ഷേ ഇതൊരു പെർട്ടിക്കുലർ ഏരിയ വരുമ്പോഴത്തേക്ക് ഇത് തന്നെ സ്റ്റോപ്പ് ആവും. പിന്നെ നമ്മൾ പ്രീവിയസ്ലി, അതായത് കുറച്ച് നാൾ മുന്നേ വരെ എങ്ങനെയാണോ നമ്മൾ DVLAയുടെ സൈറ്റിൽ പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത് അതിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്ത് പോവും. നിങ്ങളുടെ സമയത്ത് എങ്ങനെയാണോ അപ്പോൾ നിങ്ങൾക്ക് രണ്ടും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഇത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വൺസ് ഇത് റീഡയറക്റ്റ് ചെയ്ത് പഴയ ഫോമിലേക്ക് അല്ലെങ്കിൽ പഴയ രീതിയിൽ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. നമുക്ക് ഓൺലൈനായിട്ട് പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾ 15 years and 9 months ഓൾഡെങ്കിലും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് നമുക്കൊരു 20 മീറ്റർ ദൂരെ നിന്നെങ്കിലും വായിക്കാൻ പറ്റിയിരിക്കണം. അതേപോലെ 185 days എങ്കിലും ബ്രിട്ടനിൽ താമസിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കണം. അതായത് UK നമ്മുടെ വിസേനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് തുടക്കത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു ബീൻ ഇഷ്യൂഡ് വിത്ത് എ ഗ്രേറ്റ് ബ്രിട്ടൻ പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ബിഫോർ? നമുക്ക് ഒന്നുമില്ല, നോ. വേർ ഈസ് യുവർ കറൻറ്റ് അഡ്രസ്? അപ്പോൾ നമ്മുടെ അഡ്രസ്സ് എവിടെയാണോ അതനുസരിച്ച് കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ വാലിഡ് ഫോട്ടോ, സിഗ്നേച്ചർ എല്ലാം വേണം എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. Do you intend to live in the UK for more than 185 days in each calendar year? ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത് നിങ്ങൾ UK 6 months എങ്കിലും നിൽക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് 6 months നിങ്ങളിവിടെ ഉണ്ടായിരിക്കണം. അതായത് 6 months കഴിഞ്ഞേ നിങ്ങൾക്ക് UK ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളതല്ല ഇതിൽ മീൻ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ വിസ അനുസരിച്ച് നിങ്ങൾക്ക് 6 months അറ്റ്ലീസ്റ്റ് പെർമിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യം. അത് ഒത്തിരി പേര് ഡൗട്ടായിട്ട് പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു മീറ്റ് ദ ലീഗൽ ഐസൈറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഡ്രൈവിംഗ്? ലീഗൽ ഐസൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ 20 മീറ്റർ ദൂരത്തിലുള്ള നമ്പർ പ്ലേറ്റെങ്കിലും ഈസി ആയിട്ട് വായിക്കാൻ പറ്റണം. പിന്നെ ഒപ്റ്റീഷ്യൻസിൻ്റെ സ്നെൽ ആൻഡ് സ്റ്റാർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാവുന്നതാണ് അവിടെ. അതിന് നമ്മൾ യെസ് എന്നുള്ളത് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. വിഷൻ മീൻസ് നമുക്ക് അഡിക്വേറ്റ് ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. വി ക്യാൻ കണ്ടിന്യൂ.
ഡു യു ഹാവ് ഓർ ഹാവ് യു എവർ ഹാഡ് എനി ഓഫ് ദ ഫോളോയിങ് മെഡിക്കൽ കണ്ടീഷൻസ്. സോ ഒത്തിരി കണ്ടീഷൻസിൻ്റെയും ഡിസീസസിൻ്റെയും ഡീറ്റെയിൽ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതേതെങ്കിലും നമുക്കുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെല്ലാം വായിച്ച് നോക്കുക. എന്നിട്ട് യെസ് ഓർ നോ നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഡ്രൈവർ ആൻഡ് വെഹിക്കിൾസ് അക്കൗണ്ട്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഓർ സൈൻ ഇൻ. ഇത് നമുക്ക് DVLAയുടെ സൈറ്റിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. സോ ഇവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു കൺഫേം ചെയ്യാനായിട്ട് ഒരു കോഡ് അയക്കുന്നതാണ്. സോ ആ കോഡ് എൻ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. സോ മൊബൈൽ നമ്പറിലേക്കുള്ള കോഡും ഇതേപോലെ അടിച്ചു കൊടുക്കുക. ദെൻ ഇനി നമുക്ക് എന്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണ്ടത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് UK പാസ്പോർട്ട് ഉള്ളവർക്ക് UK പാസ്പോർട്ട്, അല്ലാത്തവർക്ക് നോൺ UK പാസ്പോർട്ട് വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ BRP കാർഡായാലും നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻ്റ് ആയിട്ട് ചെയ്യാം. സോ ഡു യു ഹാവ് ദ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ടു കണ്ടിന്യൂ? എസ് കൊടുക്കുകയാണ്. ഇത് DVLAയുടെ ഒരു റിസർച്ച് നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം എന്തായാലും. ഇനി മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് ഫില്ല് ചെയ്യുക. ഡീറ്റെയിൽസ് കൊടുക്കുക, പേര്. ദെൻ ഡു യു ഹാവ് എനി മിഡിൽ നെയിംസ് ഓൺ യുവർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്? നോ. പിന്നെ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം. പിന്നെ നമ്മുടെ അഡ്രസ്സാണ്, നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് പോസ്റ്റ് കോഡ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. സോ ഈസ് ദിസ് അഡ്രസ് കറക്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, അതനുസരിച്ച് കൊടുക്കുക. ഹൗ ലോങ് ഹാവ് യു ലീവ്ഡ് അറ്റ് ദിസ് അഡ്രസ്? സോ നിങ്ങൾ എത്രയാണോ അതനുസരിച്ച് ഇയേഴ്സ് ആൻഡ് മന്ത്സ് ഫില്ല് ചെയ്യുക. ദെൻ വാസ് യുവർ പ്രീവിയസ് അഡ്രസ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ? യെസ്. സോ ഫൈൻഡ് യുവർ പ്രീവിയസ് അഡ്രസ്. അതനുസരിച്ച് നമ്മുടെ പ്രീവിയസ് അഡ്രസ്സ് എല്ലാം കൊടുക്കുക. ഹൗ ലോങ് ഹാവ് യു ലീവ്ഡ് അറ്റ് ദിസ് അഡ്രസ്? ഇയേഴ്സ് ആൻഡ് മന്ത്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാനുള്ളതാണ്. നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ അവസാനം നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം കൺഫേം ആൻഡ് കണ്ടിന്യൂ. വാട്ട് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ഡു യു ഹാവ്? ഞാൻ നോൺ UK പാസ്പോർട്ടാണ് കൊടുക്കുന്നത്. Did you use your non-UK passport to apply for an online immigration status from the home office? സോ യെസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പാസ്പോർട്ട് എല്ലാം ലിങ്ക്ഡ് ആണ് നമ്മുടെ വിസയായിട്ട്. സോ യെസ്. ദെൻ കണ്ടിന്യൂ. പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുക. വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി? ദെൻ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ സൈറ്റ് ഫുള്ളി ഡെവലപ്ഡ് അല്ല, അതുകൊണ്ട് ഇത് നമ്മളെ റീഡയറക്റ്റ് ചെയ്യുകയാണ് ഓൾഡ് ഓൺലൈൻ സർവീസിലേക്ക്. സോ ചിലപ്പോൾ നിങ്ങൾ ഈ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷേ ഞാനിത് ചെയ്യുന്ന ടൈമിൽ എന്നെ ഗവൺമെൻറ് ഓഫ് UKയുടെ വെബ്സൈറ്റിൽ നിന്ന് ഓൾഡ് സർവീസ് ഫോമിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ നമുക്ക് ഓൾഡ് സർവീസ് ഫോം ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. സോ ഇതാണ് DVLAയുടെ ഓൾഡ് ആപ്ലിക്കേഷൻ സൈറ്റ്. സോ ഈ സൈറ്റ് ഇതിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. സോ ഇതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. ദെൻ അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ഓഫ് യുവർ ഡാറ്റ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇത് നമ്മൾ ഓൾമോസ്റ്റ് സെയിം ഡീറ്റെയിൽസ്, അതായത് ഗവൺമെൻറ് ഓഫ് UKയുടെ സൈറ്റിൽ കൊടുത്ത സെയിം ഡീറ്റെയിൽസാണ് ഇതിലും ചോദിക്കുന്നത്. ടൈറ്റിൽ, ഫോർനെയിം, സർനെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത്, ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ അഡ്രസ്സാണ്. സോ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്ത അഡ്രസ്സ് എൻ്റർ ചെയ്യുക. സോ നമുക്കിവിടെ 3 കൊല്ലത്തെ അഡ്രസ്സാണ് നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ടത്.
സോ അതനുസരിച്ച് നമ്മൾ എത്ര നാൾ ഓരോ സ്ഥലത്ത് നിന്നു എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് അഡ്രസ്സുകൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ടെലിഫോൺ നമ്പറാണ്, ഡേ ടൈം ടെലിഫോൺ നമ്പർ, അതെല്ലാം ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൊടുക്കാം. ദെൻ ബർത്ത്, സർനെയിം, മദേഴ്സ് മെയ്ഡൻ നെയിം, പ്ലേസ് ഓഫ് ബർത്ത് എല്ലാം ചോദിക്കുന്നുണ്ട്. സോ ആ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നാഷണൽ ഇൻഷുറൻസ് നമ്പർ, നെക്സ്റ്റ് അടിച്ചു. ഇത് UK പാസ്പോർട്ട് നമ്പറാണ് ചോദിക്കുന്നത്. അതില്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് അടിക്കാം. സോ ഉള്ളവർ UK പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഹാവ് യു ലീവ്ഡ് ഇൻ അനദർ കൺട്രി ഇൻ ദ പാസ്റ്റ് 12 months. സോ അത് നിങ്ങളുടെ അനുസരിച്ച് യെസ് ഓർ നോ ഫില്ല് ചെയ്യുക. ദെൻ ഡിസ്ക്വാളിഫിക്കേഷൻ, എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഡ്രൈവിങ്ങിൽ, അത് എൻ്റർ ചെയ്യുക. ദെൻ നെക്സ്റ്റ്. ദെൻ ക്യാൻ യു മീറ്റ് ദ ലീഗൽ ഐസൈറ്റ് സ്റ്റാൻഡേർഡ്, നേരത്തെ നിങ്ങൾ കണ്ടിരുന്നു. ഡു യു നീഡ് ടു വിയർ ഗ്ലാസസ് ഓർ കറക്ഷൻ ലെൻസസ് ടു മീറ്റ് ദ സ്റ്റാൻഡേർഡ്, അതെല്ലാം ഫില്ല് ചെയ്യുക. ദെൻ മെഡിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നേരത്തെ നമ്മൾ ഗവൺമെൻറ് ഓഫ് UKയുടെ സൈറ്റിൽ കണ്ട സെയിം കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് ആണ്. സോ നിങ്ങൾ വായിച്ച് നോക്കുക, അതനുസരിച്ച് ഫില്ല് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. ദെൻ ഐ കൺഫേം ദാറ്റ് ഐ ഡു നോട്ട് സഫർ ഫ്രം എനി അതർ ഡിസീസസ്, അത് സൈൻ ചെയ്യുക. ഇത് അടുത്ത ലിങ്കാണ്. സോ നമുക്ക് അതിൻ്റെ അകത്ത് ഓർഗൻ ഡൊണേഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു കംപ്ലീറ്റ് മൈ DVLA ഡ്രൈവിംഗ് ലൈസൻസ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് മോർ വെൻ ഐ ഹാവ് ഫിനിഷ്ഡ്, ആ ഓപ്ഷനിൽ പോവാം. ഇനി നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കുക. ദെൻ ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഡിക്ലറേഷനാണ്. ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ എമൗണ്ട് പേ ചെയ്യുന്ന സൈറ്റിലേക്കാണ് വരുന്നത്. സോ 34 pounds ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. നമുക്ക് നമ്മുടെ കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. സോ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺഫർമേഷൻ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അതിനുശേഷം നമ്മൾ ഗവൺമെൻറ് ഓഫ് UKയുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകും. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് യു ഹാവ് കംപ്ലീറ്റഡ് യുവർ ട്രാൻസാക്ഷൻ എന്ന്. സോ ഇതിന് ശേഷം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫോം വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരുന്നതാണ്. ആ വീഡിയോ എനിക്ക് ഫോം കിട്ടിക്കഴിഞ്ഞിട്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ